ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗ്രാഫിക് കാർഡ് എന്താണെന്ന് നോക്കാം. ഗ്രാഫിക് കാർഡിൻ്റെ ഫുൾ ഫോം വരുന്നത് കമ്മിറ്റി ടു റിവ്യൂ ദി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഗ്രാഫിക് കാർഡിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഗ്രാഫിക് കാർഡിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ സെക്ടേഴ്സിലുള്ള ഇന്ത്യയിലെ റൂറൽ സെക്ടേഴ്സിലുള്ള ആൾക്കാർക്ക് അവരുടെ അഗ്രികൾച്ചറലായിട്ടും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ക്രെഡിറ്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഗ്രാഫിക് കാർഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് നിലവിൽ വരുന്നത് 1979 മാർച്ച് 30 നിലവിൽ വരുന്നത്. RBI ആണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു, മുമ്പത്തെ ഒരു മെമ്പറായിരുന്ന B. ശിവരാമനാണ് ഗ്രാഫിക് കാർഡിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. 1981 പാർലമെൻറ്റ് ആക്ട് 61 പ്രകാരം നബാർഡ് രൂപീകരണമായിരുന്നു ഗ്രാഫിക് കാർഡിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാഫിക് കാർഡ് കൊണ്ടാണ് നമ്മുടെ നബാർഡ് രൂപീകരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടത് ഗ്രാഫിക് കാർഡ്. അപ്പോൾ ഇതുപോലുള്ള കമ്മിറ്റീസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക.